സമയം 3:18. രാത്രി 9 മണിക്ക് ഇരുന്നതാ. പുലർച്ചെ 3:18. ഒരു കവിത എഴുതാന്ന് വെച്ചിരുന്നിട്ട് ഓരോർക്കും ഈ പുലർച്ചത്തിലും കവിത കിട്ടുന്നു. കറുത്ത മണ്ണിന്റെ മാറുപിളർ വെളുത്ത രക്തം പുറത്തേക്ക്. കറുത്ത മണ്ണിന്റെ മാറുപിളർ വെളുത്ത രക്തം പുറത്തേക്ക്. ഇത് ഞാൻ കേൾക്കും. നോവിൻ രക്തം പടരുമ്പോൾ മനുഷ്യർ അനാഥരായി ആഴിയിലേക്ക് ഒരു നീയം കുതിച്ചുയരും വാനിലായി നീ വരുവോളം എനിക്ക് കൂട്ടായി ഞാനവിടെ തേടിയ ചെറുപുഷ്പം അന്തിയായി മോന്തിയായി ഇനി ആരത് ചെയ്യും പവിഴമഴയിൽ. സുധീപൻ എന്താ എന്താ കവിത പൂർത്തിയാടാ? എന്റെ കവിത നീ ഇതിലോട്ട് ഉറങ്ങിയില്ലേ? ഇല്ലടാ, കുറച്ച് 3:18 നീ വാ, നമുക്കിന്ന് വായിച്ചു കേൾപ്പിക്കാം. ഞാൻ നിന്നെ എടാ ഒന്ന് പോവാ, എനിക്ക് ഉറങ്ങണം. നീ ഒന്ന് വാടാ. നീ എണീച്ച് ഞാൻ ഇന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്റെ അഭിപ്രായം പറ. നീ കറുത്ത മണ്ണിന്റെ മാറുപിളർന്ന് വെളുത്ത രക്തം പുറത്തേക്ക്. മിഴികളുടെ മാറുപിളർന്ന് പടർന്ന ഇതളുകൾ പുറത്തേക്ക്. നോവിൻ രക്തം പടരുമ്പോൾ മനുഷ്യർ അനാഥരായി പുറത്തേക്ക്. ആഴിയിലേക്കൊരു നെയ്യപ്പം കുതിച്ചുയരും വാനിലായി. ആഴിയിലേക്കൊരു നെയ്യപ്പം കുതിച്ചുയരും വാനിലായി. നീ വരുവോളം എനിക്ക് കൂട്ടായി ഞാൻ അവിടെ തേടിയ ചെറുപുഷ്പം അന്തിയായി മോന്തിയായി ഇനി ആരത് ചെയ്യും പവിഴമഴയിൽ. സുധീപേ എടാ അഭിപ്രായം പറയടാ. എടാ നിന്റെ ഈ കറുത്ത മണ്ണിന്റെ വെളുത്ത രക്തവും ആ വെളുത്ത രക്തത്തിന്റെ അവിടെ എന്തോ ഒരു പ്രശ്നം ശരിയല്ല അല്ലേ? എന്തോ എടാ കറുത്ത മണ്ണിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എടാ അത് ഒരു വെളുത്ത രക്തല്ലടാ വരുന്നത്. അതിലെന്താണ് പ്രശ്നം? എന്താടാ അതല്ല നിന്റെ ചാനലിലെ കുട്ടികളൊക്കോ നെയ്കളൊക്കോ എടാ അതിന്റെ താളം അത് ശരിയാവുന്നില്ല. എടാ കുത്തുവിളക്ക് നല്ലടാ. മിഴികളുടെ മാറുപിളർന്ന് ഇതളുകൾ പുറത്തേക്ക് എന്നാ പറഞ്ഞത്. നീ ആ വരികളുടെ മാധുര്യം നോക്ക്. മനസ്സിലായി എനിക്ക്? ഇതളുകളുടെ എടാ ഇതിന്റെ ഈ ആഴിയിലെ ഓടി വന്ന മൺവിളക്ക് അതില്ലേ ഒരു തമിഴ്പാട്ടൊരു ടച്ച്. സുദീപ്, ആഴിയിലേക്കൊരു നെയ്യപ്പം, അതായത് നമ്മുടെ നാവിൽ തേനൂറുന്ന നെയ്യപ്പം, അത് വാനിലായി അങ്ങനെയാന്ന് പറഞ്ഞത്. എടാ ഞാനിത് പ്രതീകാത്മകമായിട്ട് എഴുതിയതല്ലേ, എനിക്കത് മനസ്സിലായില്ല. എന്താ സുധീപ്? എടാ അത് ഞാൻ ഇപ്പൊ പുലർച്ചക്ക് എഴുതി വന്നിട്ടല്ലോ ഇതിന്റെ മുന്നില്. സുധീപ് അത് വിട്. മൊത്തത്തില് ഈ കവിത എങ്ങനെയുണ്ട്? മൊത്തത്തില് വളരെ എങ്ങനെ താങ്ക് യു സുധീപ്. 2 കവിത കൂടി